യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോട് വിധികൾ പ്രസ്താവിക്കാനും ആണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നും എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അല്പായുസ്സും നീതി നിയമങ്ങളിൽ അല്പജ്ഞാനനും ആണ്. മനുഷ്യരുടെ മധ്യേ ഒരുവൻ വൻ പരിപൂർണനെങ്കിലും അങ്ങയിൽ നിന്ന് ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ യേശുവിൽ നിന്ന് ജ്ഞാനം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. നമ്മൾ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഒരു ആവശ്യമാണ്: ജ്ഞാനത്തെ നൽകണമെന്ന്. നമ്മളിൽ ജ്ഞാനം വന്ന് നിറയുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ആ ജ്ഞാനം പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. അപ്പം ജ്ഞാനത്താൽ നമ്മളെ നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നിങ്ങളോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കർത്താവിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ് നമ്മൾ. കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ നമ്മളോട് പെരുമാറാം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണെങ്കിൽ നമുക്ക് ജ്ഞാനത്താൽ നമ്മളെ ദൈവം നിറയ്ക്കും. അപ്പം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അപ്രകാരം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മളും കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ ജ്ഞാനമില്ലാത്തവൻ എന്നോട് ചോദിക്കട്ടെ, ഞാൻ അവനത് നൽകും. അപ്പം ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ, കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് നമുക്കത് നൽകും. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ദൈവിക ജ്ഞാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും കർത്താവിൻ്റെ ജ്ഞാനത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹം കൊണ്ട് മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ എന്നെ തിരസ്കരിക്കരുതേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവജനത്തോടൊപ്പം, ദൈവത്തിൻ്റെ മക്കളോടൊപ്പം ജീവിക്കുന്നവരായിരിക്കണം. അവരിൽ നിന്ന് നമ്മളെ ഒരു കാലവും അകറ്റിക്കളയരുതേ. ദൈവമക്കളോടൊപ്പം ഒന്നിച്ചിരിപ്പാനും ദൈവമക്കളുടെ ഇടയിൽ ജീവിക്കാനും ഒക്കെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, അതിനായി നമുക്ക് ത്യാഗിക്കാം, പ്രാർത്ഥിക്കാം. കിട്ടുന്ന സമയമൊക്കെയും ദൈവമക്കളോടൊപ്പം ചെലവഴിച്ച് അവരുടെ കൂടെ ആയിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് തക്ക സമയത്ത് നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ ഒപ്പം ഇരിക്കട്ടെ. ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അതോടൊപ്പം ഈ വചനം വായിക്കുകയും നിങ്ങൾ ഈ വചനത്തിൽ വളരുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുവിൽ നിന്നല്ലാതെ ഒരു രക്ഷയും നമുക്കില്ല. നമ്മുടെ യേശുവിൻ്റെ കരത്തിൽ മുറുകെ പിടിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഒപ്പം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.